നമസ്കാരം. ഈ വന്ദേ മാതരം പാടിയാൽ ഒരു മതം അങ്ങനെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുമോ? ഒരു മതവിശ്വാസം അങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞു പോകുമോ? മദ്രസകളിൽ വന്ദേ മാതരം ആലപിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ ഒന്നുമല്ല. കൽക്കട്ട അഥവാ കൊൽക്കത്ത ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ കേരളത്തിലെ അസുഖം ഇപ്പോൾ കൽക്കട്ടയിലേക്കും പകർന്നു, അത്ര തന്നെ. ആവശ്യമില്ലാതെ ചൊറിയുക, ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ വാശി പിടിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ എത്ര മതങ്ങളുണ്ട്? ജൈന മതമുണ്ട്, സിഖ് മതമുണ്ട്, പാഴ്സിയുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ക്രൈസ്തവ മതമുണ്ട്. ഇവർക്ക് ആർക്കുമില്ലാത്ത ഏറ്റവും വലിയ രസം, നമ്മൾ അമ്മൂമ്മമാർ പറയാറുണ്ട്, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ്, ആ മൂക്ക് വേണ്ടാന്ന്, അങ്ങോട്ട് തെറിച്ച പോട്ടെ എന്ന്. വന്ദേ മാതരം കേട്ടാൽ പോലും അങ്ങനെയാണ്. ഇവിടെ റേഡിയോയിൽ ടി വിയിലൊക്കെ വന്ദേ മാതരം ഒരുപാട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചാനലുകൾ വളരെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ, അത് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരെ കളി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരു പാട്ട്, എത്ര പാട്ടുകൾ ഇവിടെ വരുന്നു. സഭ്യമല്ലാത്ത പ്രയോഗങ്ങളിലുള്ള പാട്ടുകൾ വരെ ഇവിടെ വരുന്നുണ്ട്. സഭ്യമല്ലാത്ത പ്രയോഗങ്ങളിലൂടെയുള്ള നിസ്സാരം കമൻറ്റുകൾ ഈ യൂട്യൂബിൽ, അതുപോലെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ അതൊക്കെ ആകാം. അതിനൊന്നും വിഷമമില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ വന്ദിക്കുന്നു, വന്ദേ മാതരം. മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ അന്തസ്സ് നഷ്ടപ്പെടുന്നു, ആഭിജാത്യം നഷ്ടപ്പെടുന്നു, അയാളുടെ വിശ്വാസം ചോർന്നു പോകുന്നു, അയാളുടെ മതം തകർന്നു പോകുന്നു. ഇവിടെ മാതാവ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച മാതാവിനെ മാതാവ് എന്ന് പറയും. ഒപ്പം ജനിച്ചു വീണ ഭൂമിയെ നമ്മൾ മാതാവ് എന്ന് പറയും. മാതൃഭൂമി എന്ന് കേട്ടിട്ടില്ലേ? മാതൃഭൂമി പത്രമുണ്ട്. അത് ഈ നമ്മളുടെ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. ജനിച്ചു വീണ ഇടത്തെക്കുറിച്ച്, നമ്മളുടെ ഈ സ്കൂളുകളെക്കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് പോലും സീനിയർ സ്റ്റുഡൻസ് പറയും, എന്നെ സൃഷ്ടിച്ചത് ദാ ഈ മാതാവാണ്, ഈ സ്കൂളാണ്, ഈ വിദ്യാലയമാണ്. അതിന് നമ്മൾ മാതാവ് എന്നാണ് പറയുക. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗിരീയസി. നമ്മൾ പിറന്നു വീണ മണ്ണ്, ജനനി ജന്മഭൂമി, പിറന്നു വീണ മണ്ണും അമ്മയും രണ്ടും ഒന്ന് തന്നെ. അത് സ്വർഗത്തേക്കാൾ വലുതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആരാ പറഞ്ഞ? ഒരു മഹാനായിട്ടുള്ള വ്യക്തി, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കാൽപാദങ്ങളിലാണ് സ്വർഗമെന്ന്. ആ അമ്മ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച അമ്മയെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ അമ്മയായിട്ട് കാണാറുണ്ട്. ഇവിടെ കാണുന്ന പച്ചപ്പ്, വെള്ളത്തോളൊരു കവിതയിൽ പാടിയിട്ടുണ്ട്, ഇവിടെ കാണുന്ന പച്ചപ്പ്, അതിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികൾ, അതും അമ്മ അമ്മിഞ്ഞ തരുന്ന പോലെ തന്നെയാണ് മാവ് നമുക്ക് മാമ്പഴം തരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഫലവൃക്ഷങ്ങൾ അതൊക്കെ നമുക്ക് തരുന്നത്. ആകാശത്തുനിന്ന് നമ്മളിലേക്ക് വർഷക്കാലത്ത് വർഷിക്കുന്ന ആ വെള്ളവും അതും അമ്മിഞ്ഞ പാല് തന്നെയാണ്. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെല്ലാത്തിനെയും നമ്മൾ അമ്മയായിട്ട് കാണാറുണ്ട്. അതും വെച്ചുകൊണ്ടാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള സർവസ്വത്തിനെയും വെച്ചുകൊണ്ടാണ് മാതരം എന്ന് പറഞ്ഞിട്ടുള്ളത്. വന്ദേ മാതരം അത് ചൊല്ലിക്കഴിഞ്ഞാൽ നശിച്ചു പോകുന്നൊരു മതമാണ് ഞങ്ങളുടെ മതം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടൊരു മണ്ടത്തരം എവിടെയെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കേണ്ടൊരു വ്യവസ്ഥിതിയാണത്. മദ്രസകളിൽ
വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൽക്കട്ടയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറി നിന്നാൽ ആ മാറി നിൽക്കുന്ന ആളുകൾ ആമസോൺ കാടുകളിലെ കാനിബോൾസിൻ്റെ പോലെ ലോകത്തിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കേണ്ടവരായിട്ട് മാറുകയാണ്. മറ്റേ നരഭോജികൾ നമ്മളവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. മുഖ്യ ജീവിതധാരയിലേക്ക് വരാൻ പാടില്ലാത്ത ആളുകൾ അവർ വരില്ല. മുഖ്യ ജീവിതധാരയിൽ വരില്ല. അങ്ങനത്തെ ആളുകളാണ് സെൻറ്റിനൽ ദ്വീപിൻ്റെ പോലെ. ഇതുപോലെ ഇപ്പോൾ കൽക്കട്ടയിൽ ഇതുവരെ അവിടെ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഭരിച്ചിരുന്നത്. അതിന് മുമ്പ് കോൺഗ്രസ്സുകാരാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ് ഭരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വന്ദേ മാതരം വേണമെങ്കിൽ ചെല്ലാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാനൊന്നും BJPക്കാർ തയ്യാറാവില്ല. ആയതുകൊണ്ട് തന്നെ അവരവിടെ കൃത്യമായിട്ടും പറഞ്ഞു ചൊല്ലിയിരിക്കണം, മുഴുവൻ ആലപിക്കണം. അതിന് സമയം പിടിക്കും കേട്ടോ മുഴുവൻ ആലപിക്കാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമാക്കി. പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ ഉടനെ തന്നെ ചാടി പുറപ്പെട്ടു. നമ്മൾ പാടൂല്ല. അനാവശ്യമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഏതായാലും ഞാനൊരു സഫാരി മറ്റൊരു സിനിമയിൽ ഞാൻ കണ്ടൊരു രംഗമുണ്ട്. ഈ സിംഹങ്ങൾ വെറുതെ വേട്ടയാടില്ല. അവർ ആഹാരം കഴിച്ച് അവർക്കുള്ള മാംസഭോജനം എന്താ കടത്തിൽ അവർ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മാൻകുട്ടി ഓടിപ്പോയാലും അവരിങ്ങനെ നോക്കുകയുള്ളൂ. അവർക്ക് പ്രശ്നമല്ല. അപ്പം ഒരു മാൻകുട്ടി നടന്നു പോകുന്ന വഴിയിൽ സിംഹം കിടക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും പാറയാണ്, അതിൻ്റെ അടിയിൽ അങ്ങനെ കിടക്കുന്നത്. ഈ മാൻകുട്ടി വന്നിട്ട് ആ സിംഹത്തെ കാലുകൊണ്ട് അടിക്കുക. അന്ന് AI എന്നുള്ള പദ്ധതിയില്ല. അപ്പോൾ എവിടെ നടന്ന സംഭവം ഷൂട്ട് ചെയ്തതാണ് അവർ. കാലുകൊണ്ട് അടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ സിംഹം മാറിക്കിടന്നു. എന്നിട്ട് ഞാൻ മാൻകുട്ടി ആ വഴിക്ക് പോയി. തിരിച്ചു വരുമ്പോഴും ചിലപ്പോൾ അടിക്കാൻ നോക്കിയിട്ടുണ്ടാവും. ആ മാൻകുട്ടി ഒറ്റക്കടിക്ക് അകത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെയും ചെയ്യും. ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ആവശ്യമില്ലാതെ തട്ടി ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ബംഗാൾ സർക്കാരിൻ്റെ ഉത്തരവിനെതിരായിട്ടൊരു ഹർജി അത് പരിഗണിക്കുന്ന സമയത്ത് ആണ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഇതിനെ പിന്തുടർന്നിട്ട് ഇതിനെ അനുസന്ധാനം ചെയ്തിട്ടായിരിക്കും അടുത്ത വിധികൾ വരിക. വളരെ സുപ്രധാനമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കൽക്കട്ട ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. കൽക്കട്ട എന്ന് എൻ്റെ മനസ്സങ്ങനെ വരുള്ളൂ കേട്ടോ. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരില്ല. കൽക്കട്ട എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ. അങ്ങനെ അപ്പോൾ മദ്രസകളിൽ വന്ദേ മാതരം ഇടിഞ്ഞു വീണാൽ വിധി ഇതാണ്. വാസ്തവത്തിൽ അത് അത്രയും മാത്രം അവരുടെ മനസ്സിനെ, അതായത് അവിടെയുള്ള ജഡ്ജസിൻ്റെ മനസ്സിനെ അത് മറ്റെന്തായാലും പറയുക വേദനിപ്പിച്ചു എന്നുള്ളതാണ്. മദ്രസകളിൽ വന്ദേ മാതരം ആലപിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. അത് കോടതി വ്യക്തമാക്കി. അതിൻ്റെ പേരിലൊരു വിശ്വാസവും ഇടിഞ്ഞു വീഴില്ല. അതിൻ്റെ പേരിലൊരു മതവും തകർന്നു വീഴാൻ പോകുന്നില്ല. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തപബ്രത ചക്രവർത്തി, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മറ്റൊരു മതത്തിൻ്റെ ആശയമോ വരികളോ ചൊല്ലുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ മതവിശ്വാസത്തിന് ഭംഗം വരില്ലെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും അറിയാം 85-86% ഹിന്ദുക്കളാണ്. എവിടെ പോയാലും ഹിന്ദുക്കളാണ്. ചില സ്ഥലങ്ങളിൽ ഒരു 1000 ഹിന്ദുണ്ടെങ്കിൽ ഒരു മുസ്ലിമോ ഓടി ഉണ്ടാകുക. അപ്പോൾ അവരുമായിട്ട് സമരസപ്പെട്ട് പോകാതിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അപകടം വിളിച്ചു വരുത്തിയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്. അടുത്ത തലമുറയുടെ മേലെയും ആ അപകടം അവരുടെ തലയിലും കൊണ്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. മക്കളെ വന്ദേ മാതരം സൂക്ഷിച്ചു. എന്താണ് അതിനകത്ത് സൂക്ഷിക്കാനുള്ളത്? ഈ അമ്മയെ, അത് സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ, ഇതും സംസ്കൃതം തന്നെ, സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ ജനനി, അമ്മ, ജന്മഭൂമി, നമ്മൾ ജനിച്ച ഈ ഭാരതം അല്ലെങ്കിൽ ഈ ഭൂമി, അത് സ്വർഗത്തേക്കാൾ വലുതാണ് മക്കളെ എന്ന് പറയുന്നത് തത്തുല്യമായിട്ടുള്ള വരികൾ അതിനകത്തുള്ളത്. ഇതിനകത്തുള്ള സങ്കല്പമാണ് വിദ്യാദേവത സരസ്വതി, ധനദേവത ലക്ഷ്മി. അത്തരം സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ മേഘവാളികൾക്ക് മേലെ ഇരിക്കുന്ന ഒരു 2 സ്ത്രീ രൂപങ്ങളല്ല. ഇതൊക്കെയും അതിൻ്റെ പുറകിൽ ചില സങ്കല്പങ്ങളാണുള്ളത്. ആയതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ഇന്ത്യയിൽ ഇവിടെ ഇത്രയും മതവിഭാഗങ്ങൾ, ലോകത്തിൽ എവിടെയുമില്ലാത്ത അത്രയും മതവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഉപമത വിഭാഗങ്ങൾ ഇവിടെയുണ്ട്, ജാതികളുണ്ട്, ഗോത്രങ്ങളുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾ ഇന്നതേ ചെയ്യും,
അതിനെ ഞങ്ങൾ കിട്ടും, ഞങ്ങൾ കൊടുത്ത മുഖ്യ ജീവിതധാരയായിട്ട് ലയിച്ചു ചേരാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ കാനിബോൾസിന് തുല്യമായി മാറും. അതേ പറയാനുള്ളൂ. അവർ ഒറ്റപ്പെട്ട് ഇപ്പോഴും ഇന്ത്യയിലെ പല ക്യാപിറ്റൽ സിറ്റികളിലും, സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽ സിറ്റികളിലും മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കുന്നില്ല. ഞാൻ താമസിക്കുന്ന ചെന്നൈയിൽ ഫ്ലാറ്റുകളിൽ മുസ്ലിങ്ങളാണോ വീട് കിട്ടില്ല. അതാണ് സ്ഥിതി. കാരണം ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല, പാഴ്സികൾക്കോ സിന്ധികൾക്കോ പ്രശ്നമില്ല, പഞ്ചാബികൾക്ക് പ്രശ്നമില്ല. പക്ഷേ മുസ്ലിങ്ങളാകുമ്പോൾ അവർ പറയും വീട് ഇപ്പോൾ ഒഴിവില്ല കേട്ടോ എന്ന് പറയും. പല മറ്റേ ഹൗസിംഗ് കോംപ്ലക്സിൻ്റെ മുമ്പിൽ ഗണപതി പ്രതിഷ്ഠ കൊണ്ടുവച്ചിരിക്കുക. തൃശ്ശൂരിക്കും പോയേ കാണാം, പൂന്നത്ത് പോയേ കാണാം. വലിയ 10-15 നിലയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം. ആ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറുതായിട്ടൊരു ഇതിനെ കെട്ടിയിട്ട് അവിടെ ഗണപതിയെ പ്രതീക്ഷിച്ച് ഒരു വിളക്ക് വയ്ക്കും. കഴിഞ്ഞില്ലേ? ഇത് കണ്ടാൽ പിന്നെ മറ്റവന്മാരെടുക്കില്ലല്ലോ. ഇതൊന്നും വേണ്ട. ഇപ്പോൾ വേറെ സൂത്രമുണ്ട്. അവിടെ പോകുമ്പോൾ ഒരു നിലവിളക്കിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ അവന്മാരെടുക്കില്ല. ഈ മറ്റേ എന്താ കുരിശ് കണ്ടാൽ ചെകുത്താന്മാരെടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിലവിളക്ക് കണ്ടാൽ. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ ഒരു വിധി ഇപ്പോൾ കൽക്കട്ടയിൽ, ഈ വിധി തന്നെയാണ് എല്ലായിടത്തും വരാൻ പോകുന്നത്. ആവശ്യമില്ലാതെ വാശി പിടിച്ച കുട്ടികൾ ഇല്ലാത്ത അപ്പത്തിന് വേണ്ടിയിട്ട്, ഇല്ലാത്ത പ്രശ്നത്തിന് വേണ്ടിയാണ് വാശി പിടിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത അപ്പം അവിടെ ഇല്ല. പക്ഷേ അമ്മ കുട്ടികൾ ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു മക്കൾ ഉറങ്ങിക്കോ, ഞാൻ അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഇത് വെച്ച് കുറേ വെള്ളം തിളപ്പിക്കുക. അപ്പോൾ കുട്ടികൾ മുഴുവൻ എന്ത് ചെയ്തു, എനിക്കൊരു അപ്പം വേണം കേട്ടോ. ഞാൻ ഉറങ്ങട്ടെ. അവ ഉറങ്ങി. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു എനിക്കൊരപ്പം വേണം, അവനും ഉറങ്ങി. അങ്ങനെ 5 കുട്ടികളും 4 കുട്ടികളും അവർ കിടന്നുറങ്ങി, കിടന്നുറങ്ങി. 5ാമത്തെ കുട്ടി കരച്ചില്ല, എനിക്ക് 2 അപ്പം വേണമെന്ന് പറഞ്ഞിട്ട്. അവസാനം ഈ അമ്മ എന്ത് ചെയ്തു, കിട്ടിയത് തിന്നിട്ട് പോയി കിടന്നുറങ്ങാൻ ഞാൻ തലേന്ന് വെച്ച് കൊടുത്തു. അവനും പോയി കിടന്നുറങ്ങി. ഇതുപോലെ ഇല്ലാത്ത പ്രശ്നം, ഇല്ലാത്ത അപ്പത്തിന് വേണ്ടി വാശി പിടിക്കുന്ന പോലെയാണ് ഇല്ലാത്ത പ്രശ്നത്തെ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി വാശി പിടിക്കുന്നത്. നിഴലിനോട് യുദ്ധം ചെയ്യാന്ന് പറയില്ലേ. ഒരാൾ രാത്രി നടന്നു പോണ സമയത്ത് അയാളുടെ മുമ്പിലൊരു പ്രേതം പ്രത്യക്ഷപ്പെട്ടു. അയാൾ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരു അടി അയാൾ മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം മുമ്പിൽ പ്രേതമാണ്. ആ പ്രേതം വെറും പ്രേതമല്ല. ഇയാളെ നോക്കിയിട്ട് ഇതിങ്ങനെ ഇവിടെ വാ ഇത് വിളിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ പിന്നാലെ ഒരാൾ വന്നു. എന്താ രാമ അവിടെ ഇങ്ങനെ നിൽക്കണേ? പ്രേതം. എവിടെ പ്രേതം? ദേ കണ്ടില്ലേ എന്നെ വിളിക്കണു. എന്നെ സംഭവിച്ചൊരു ഒരു വാഴയിൽ അവിടെ നിൽക്കണ്ടായിരുന്നു. അത് കാറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു അവസ്ഥ വന്നപ്പോൾ അതിങ്ങനെ ആടുന്നതാണ് ഈ കാണുന്നത്. പറഞ്ഞു വരുന്ന ഇല്ലാത്ത പ്രേതത്തെ നോക്കിയിട്ട് അയ്യോ നിലവിളിക്കുന്ന പോലെയല്ലേ വന്ദേമാതരത്തിൻ്റെ ഭാര്യവും പറഞ്ഞിട്ട് വരിക അനാവശ്യമായിട്ട് ലഹള ഉണ്ടാക്കുന്നത്. അടുത്ത തലമുറ ലഹള ഏറ്റുവാങ്ങും. എന്നിട്ട് എന്തുണ്ടാവുന്നു, അവർ തല്ലു വാങ്ങിക്കും. ഇതാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട വിദ്യാർത്ഥികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളാകുന്ന ഉദാഹരണവും കൊൽക്കത്ത ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വന്ദേമാതരം ദേശീയ ഗാനമല്ലെന്നും ദേശീയ ഗീതം ആയിരുന്നു എന്നാണ് ഹർജിക്കാരുടെ വാദം. അത് ദേശീയ ഗാനമായിരുന്നു ഞങ്ങൾ ഒരുവിധം എങ്ങനെയൊക്കെയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചവച്ചിറക്കിയേനെ. ഇപ്പം ജനഗണമന അത് ഞങ്ങൾ ചവച്ചിറക്കില്ല. കാരണം ദേശീയ ഗാനമായി പോയില്ലേ. പക്ഷെ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് ദേശീയ ഗീതമല്ലേ. ഇതാണ് ഇവിടെ പറയുന്നത്. അവർ ഹർജിക്കാരുടെ വാദം അതാണ്. എന്നാൽ ഉത്തരവിൻ്റെ പേരിൽ മദ്രസകൾക്കെതിരെ പ്രത്യേകിച്ച് ശിക്ഷാ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ. ആയതുകൊണ്ട് പാടിക്കോ. അത്തരം നടപടികളൊന്നുമില്ല എന്ന് കോടതി വ്യക്തമായതോടുകൂടി കേവലമായിട്ടുള്ള ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയം വിശദമായിട്ട് പഠിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമയം അനുവദിച്ചിട്ടുമുണ്ട് എന്നർത്ഥം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ആവശ്യമില്ലാതെ നിങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. നിങ്ങളൊക്കെ സാധാ ഇന്ത്യക്കാർ, ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ ഇന്ത്യക്കാർ. ഇതാരേക്ക് ബോധിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് അറിയാമോ? മുഖ്യ ജീവിതധാരയിൽ നിന്ന് അവരായിട്ട് അകന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ അകൽച്ച പരിപൂർണമായിട്ടില്ല. കാരണം ഇവിടെയുള്ള ഹിന്ദുക്കളാണല്ലോ ഏറ്റവും കൂടുതൽ. അവരെത്രയാണെങ്കിൽ പോലും അവരങ്ങോട്ട് ക്ഷമിച്ച് കളയും. പക്ഷേ ഒരു പരിധി വിട്ടാൽ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ടല്ലോ, അത് വിട്ടാൽ പിന്നെ എന്താ ഉണ്ടാവുക? കാണാം.